ಮರೆಯುವುಕಯಿಲ್ಲೊರು ನಾಳುಂ ಗಳನ್ನು ಪೂರೈಸಿದ ಅನುಪಮ ಜೋಡಿಗೆ ವೈವಾಹಿಕ ಮಹೋತ್ಸವದ ಹಾರ್ದಿಕ ಅಭಿನಂದನೆಗಳು. ಜೀವನದುದ್ದಕ್ಕೂ ಈ ಜೋಡಿ ನೆಮ್ಮದಿಯಿಂದ ಆರೋಗ್ಯದಿಂದ ಕೂಡಿರಲಿ ಎಂದು ಹಾರೈಸೋಣ. ಎಲ್ಲರಿಗೂ ಆದರದ ಸ್ವಾಗತ. അസ്തമിക്കുകയില്ലൊരു നാളും ദൈവം നൽകിയിടും സ്നേഹം അകന്നു പോവുകയില്ലൊരു നാളും അനന്തകാരുണ്യം. So it is a milestone worth celebrating. Reaching 50 years of wedded bliss is a major feat in times like this. A lifetime together, despite problems to weather, has strengthened your bond that began with a kiss. At the 50-year mark, we have aged like fine wine. Congratulations, Dad and Mom. Today calls for a grand celebration, and it is my distinct pleasure to welcome the jubilarians, our dad and mom, along with our relatives. So, with any further ado, let us all rise to give our warmest welcome to them. Please put your round hands of applause for them. Important thing is that, as you all know, our daddy and mummy is the eldest in the family. So, the younger brothers have put a plan or brought up a plan together to honor their elder brother, who takes up as their dad also. So, hereupon, I call upon the brothers and sisters of Olikal family to honor the jubilarians with the നിലവിളക്ക് ഡാഡിക്കും മമ്മിക്കും സമ്മാനമായി നൽകി അവരെ ആദരിക്കുന്നതാണ്. നിർഭരവും ഏറ്റവും സിംബോളിക് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഡാഡിയുടെ സഹോദരങ്ങൾ ഡാഡിക്കും മമ്മിക്കും വേണ്ടിയിട്ട്. കാരണം എന്നും അവർ കണ്ടിടത്തോളം അവരുടെ ജീവിതം എന്നും അതിശോഭനമായിട്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത്. അത് ഇനിയും അതേമാതിരി മുന്നോട്ട് പോകണം എന്നുള്ള പ്രാർത്ഥനയോടു കൂടിയാണ് ഡാഡിയുടെ സഹോദരങ്ങളും ആ ഗിഫ്റ്റ് ഡാഡിക്കും മമ്മിക്കും തന്നിരിക്കുന്നത്. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ഡാഡി ആൻഡ് മമ്മി. ഇനി അടുത്തതായി ഡാഡിയുടെ ബന്ധുക്കാരി, അതായത് എൻ്റെ അമ്മ, ഡാഡിക്ക് ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതാണ്. എലിസബത്ത് കാക്കക്കൂടുങ്കൽ ഡാഡിയെയും മമ്മിയെയും ഏറ്റവും സ്നേഹത്തോടെ സ്നേഹബഹുമാനത്തോടെ സമ്മാനിക്കുന്നു ഡാഡിക്ക്. Mankind's first and most significant gifts was the power of fire. Fire provides warmth, healing, and nourishment. The lighting of these candles symbolize the inner flame, unending faith, love, and devotion that has brought Daddy and Mummy together. Let this flame, may their love burn brightly throughout a lifetime of joy and happiness. So I humbly request Dad and Mom to come forward for the lighting of the lamp ceremony. I request all the audience to be kindly stand for the solemn occasion. Thank you. ഡാഡിയുടെയും മമ്മിയുടെയും സഹോദരങ്ങൾ കൊടുത്ത നിലവിളക്ക് തെളിയിച്ചുകൊണ്ടാണ്
നമ്മൾ ഈ ചടങ്ങിന് തിരികൊളുത്തുന്നത്. എല്ലാവരും ഡാഡിയുടെയും മമ്മിയുടെയും നന്മയ്ക്കും ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിക്കാൻ അവരുടെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നൈസ് ചേട്ടായെയും കൊച്ചുമക്കളെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിജു അളിയൻ ഡാഡിയെയും മമ്മിയെയും എസ്കോർട്ട് ചെയ്യാനും ഞാൻ kindly escort the jubilarians Biju Aliyan to light the lamp, and the audience with much prayerful adoration wish the couple a lifetime of journey with happiness and health. The lead. Kindly be seated amongst the audience. Next, moving on to the prayer song. Amme Madave, Amme Madave, Nin Tirumunbil Jabamaleyinde, Amme Njanum Prarthikkunnu, Kanniril aliyunna Kanivinte Amme, കൈവിടാതെന്നെ കാത്തിടണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. അമ്മേ മാതാവേ, അമ്മേ മാതാവേ, നൊമ്പരമേറുമ്പോഴമ്മേ താങ്ങായി നീ വരണേ. നെഞ്ചകം വിങ്ങുമ്പോഴമ്മേ കൂട്ടായി നീ വരണേ. നൊമ്പരമേറുമ്പോഴമ്മേ താങ്ങായി നീ വരണേ. നെഞ്ചകം വിങ്ങുമ്പോഴമ്മേ കൂട്ടായി നീ വരണേ. നിറയുമേ മിഴികളെ സാന്ത്വനമായി ആശ്വാസമായി അമ്മേ നീ വരണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. മാതാവേ, അമ്മേ മാതാവേ, അമ്മേ മാതാവേ, നിൻ തിരുമുൻപിൽ ജപമാലയേന്തി അമ്മേ ഞാനും പ്രാർത്ഥിക്കുന്നു. കണ്ണീരിൽ അലിയുന്ന കനിവിൻ്റെ അമ്മേ, കൈവിടാതെന്നെ കാത്തിടണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. അമ്മേ മാതാവേ, അമ്മേ മാതാവേ, നൊമ്പരമേറുമ്പോഴമ്മേ താങ്ങായി നീ വരണേ. നെഞ്ചകം വിങ്ങുമ്പോഴമ്മേ കൂട്ടായി നീ വരണേ. നൊമ്പരമേറുമ്പോഴമ്മേ താങ്ങായി നീ വരണേ.
ആശ്വാസമായി അമ്മേ നീ വരണേ, സാന്ത്വനമായി ആശ്വാസമായി അമ്മേ നീ വരണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. പ്രാർത്ഥിക്കുമ്പോൾ നീ വരണേ, യാചിക്കുമ്പോൾ നീ തരണേ. ഭക്തി നിർഭരമാക്കി തന്നതിന് ഈ കൊച്ചു കൊച്ചു കുട്ടികളോട് ഒരുപാട് നന്ദി പറയുന്നു. അടുത്തതായി, the cake symbolizes the happy married life that our daddy and mummy have celebrated for 50 years and are planning to rock further hand in hand. Let us wish them a life full of love, joy and health for their onward journey too. I invite daddy and mummy to slice the cake and exchange it amongst yourselves. ഇനി അടുത്ത ചടങ്ങ് കേക്ക് കട്ടിംഗ് സെറിമണിയാണ്. അതിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വിവാഹവേദിയിൽ കേക്ക് മുറിക്കുക എന്നുള്ളത് അവരുടെ മധുരമായ യാത്രയെ സംബന്ധിക്കുന്ന ഒരു ജേണിയാണ്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം, ഡാഡിയെയും മമ്മിയെയും സംബന്ധിച്ചിടത്തോളം, അവരുടെ 50 വർഷം അവർ വളരെ മനോഹരമായി കേക്ക് കട്ട് ചെയ്ത് തന്നെ ആരംഭിച്ചു. അതുപോലെ തന്നെ മധുരമായി നമ്മുടെ മുമ്പിൽ അവർ ജീവിച്ച് കാണിക്കുകയും അതുപോലെ തന്നെ അവരുടെ മക്കളെ വളരെ നല്ല രീതിയിൽ വളർത്തുകയും അവരെ കുടുംബസ്ഥരായി കാണാനും കൊച്ചുമക്കളും എല്ലാവരോടും കൂടെ ഇത് ആഘോഷിക്കാനുള്ളൊരു അവസരം ദൈവം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ അവരുടെ 50ാം വിവാഹ വാർഷിക ദിനത്തിൽ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഇനിയും അടുത്ത സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ജേണി അവർ കൈ ചേർത്ത് മുന്നോട്ട് നയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് അവരെ കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് ക്ഷണിക്കാം. ബിജു അളിയനെയും ഫാമിലിയെയും ഇച്ചായനെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. Biju Aliyan, kindly put your hands together for the round loud of applause for their 50 years of their celebrating journey. Put your hands together. With prayerful wishes to dad and mom. Let them have many more years to celebrate this wonderful journey ahead. Let's all wish them with lots of prayers, health and wealth. ഭാഗ്യമായ ഒരു അവസരമാണ്. പൊതുവെ മക്കൾക്ക് അപ്പൻ്റെയും അമ്മയുടെയും വിവാഹത്തിന് പങ്കെടുക്കാൻ പൊതുവെ സാധിക്കാറില്ല. അവരുടെ കേക്ക് കട്ടിംഗ് സെറിമണി ഒന്നും കാണാനുള്ളൊരു ഭാഗ്യമൊന്നും പിള്ളേർക്കില്ല, കൊച്ചുമക്കൾക്കും ഇല്ല. കഥകൾ കേൾക്കാനുള്ള ഭാഗ്യമേ അവർക്കുള്ളൂ. പക്ഷേ ഇവിടെ ഡാഡിയും മമ്മിയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഡാഡിക്കും മമ്മിക്കും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ആഘോഷിക്കാം. അതുപോലെ കൊച്ചുമക്കൾക്കാണെങ്കിലും അവരുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഈ സന്തോഷത്തിലും മക്കൾക്കാണെങ്കിൽ അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും സെലിബ്രേഷൻ ഇങ്ങനെ ആയിരുന്നല്ലോ. എല്ലാവർക്കും നിങ്ങൾ അതിന് സംബന്ധിച്ചതിനും നിങ്ങൾ
വന്നതിനും എല്ലാത്തിനും ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ നിങ്ങളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. Thank you, Vijayaliyam. Kindly be seated amongst the audience. ഇനി അടുത്തതായിട്ട് അടുത്ത പ്രാമുഖ്യം വഹിക്കുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും ഇതിൽ സംബന്ധിക്കാൻ, ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായി നമുക്ക് വേണ്ടത്. സോ ഞാൻ ഇവിടെ സ്വാഗത പ്രസംഗം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ദിവ്യേനെ ഇൻവൈറ്റ് ചെയ്യുന്നു. An open door, a smile is a welcomed sight that invites people in. We are done with the solemn part of the celebration, so I request Mrs. Divya Vivek to give a warm welcome to the gathering. ನನ್ನ ಪ್ರೀತಿಯ ನಯನಾನಂಕ ಗ್ರೇಸಿ ಆಂಟಿ ದಾಂಪತ್ಯ ಜೀವನದ 50ನೇ ವಾರ್ಷಿಕೋತ್ಸವದ ಶುಭಾಶಯಗಳು. ಅತಿಥಿ ದೇವೋ ಭವ. ಅತಿಥಿಗಳನ್ನು ಆದರದಿಂದ ಬರಮಾಡಿಕೊಂಡು ಸ್ವಾಗತಿಸುವುದು ನಮ್ಮ ಸಂಪ್ರದಾಯ. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಭಾಗಿಯಾಗಲು ಬಂದು ನೆರೆದಿರುವ ಗಣ್ಯರೇ, ಬಂಧು ಮಿತ್ರರೇ, ಸಮಸ್ತ ಬಾಂಧವರೇ, ತಮ್ಮೆಲ್ಲರನ್ನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಆತ್ಮೀಯವಾಗಿ ಸ್ವಾಗತಿಸುತ್ತಿದ್ದೇನೆ. ಈ ಬಾಳಿನ ಪಥದಲ್ಲಿ ಸಂಸಾರ ರಥ ನಡೆಸಲು ಜೋಡಿಯಾಗಿ ಅಕ್ಷರ ಸಪ್ತಪದಿಯಿಂದ ಆರಂಭಿಸಿದ ಪಯಣ ಸುಸ್ವರಗಳ ಅನುರಣನವಾಗಿ ನಲಿದ ಗೆಲುವುಗಳು, ಕಾಡಿದ ಸೋಲುಗಳು, ಎದುರಿಸಿದ ಸವಾಲುಗಳು ನೂರಾರು. 50ನೇ ವರ್ಷದ ವಿವಾಹ ವಾರ್ಷಿಕೋತ್ಸವದ ಶುಭಾಶಯಗಳು. ನಗು ನಗುತ್ತಾ ನಲಿಯುತ್ತಿರಿ, ಬಾಳು ಬಂಗಾರವಾಗಲಿ. ಮತ್ತೊಮ್ಮೆ ಇಲ್ಲಿ ಸೇರಿರುವ ಎಲ್ಲರಿಗೂ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಸ್ವಾಗತವನ್ನು ಕೋರುತ್ತಾ ಧನ್ಯವಾದಗಳು. We know that so much has already happened and there are many more guests who wants to give the prize. So without much ado, let me announce about the lunch. Later on, you can very well wish our jubilarians with a gift. We know that so much has already happened in one day and we still have the entire noon ahead of us. Nothing less can be expected from the warm and excellent service of PM Caterers. Enjoy the afternoon, friends and relatives, as we listen to the good music while enjoying a sumptuous lunch. Everyone, lunch is served. അതായത് നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാവർക്കും നമ്മൾ ജുബിലിയറിയൻസിനെ വിഷ് ചെയ്യാൻ ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സൈഡ് ബൈ സൈഡായിട്ട് നമുക്ക് നമ്മുടെ ലഞ്ച് കഴിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. PM Caterers ആണ് ഇവിടെ നമുക്ക് നല്ല അതിവിശിഷ്ടമായ ചൂടേറിയ വിഭവങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന എൻ്റെ ഇടത്ത് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോൺ വെജ് ഫുഡ് കൗണ്ടറാണ് ഉള്ളത്. എൻ്റെ വലത്ത് സൈഡിൽ അവർ സെർവ് ചെയ്തിരിക്കുന്നത് വെജിറ്റേറിയൻ ഫുഡാണ്. ഇരുന്ന് കഴിക്കേണ്ടവർക്ക് ഉള്ള അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. പൊതുവേ ആസ് യൂഷ്വൽ ഒരു ബൊഫേ സിസ്റ്റമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 50 ವರ್ಷಗಳನ್ನು ಆಚರಿಸಿ, ನಾನು 2 ವರ್ಷದ ಹಿಂದೆ ಆಚರಿಸಿದ್ದು, 52 ವರ್ಷ ಆಯಿತು. 50 ವರ್ಷಗಳನ್ನು ವೈವಾಹಿಕ ಜೀವನ ನಡೆಸಿದಂತಹ ಈ ದಂಪತಿಗಳು, ಫಾರಿನರ್ಸ್ ಕೇಳ್ತಾರೆ 50 ವರ್ಷ ಹೇಗೆ ಒಂದೇ ಹೆಂಡತಿಯೊಟ್ಟಿಗೋ ಒಂದೇ ಗಂಡನೊಟ್ಟಿಗೋ? ತರೂರು ಕೇಳಿದ್ರು ಹಾಗಲ್ಲ. ಇದು ಬಹಳ ಸಂತೋಷವಾಗಿದೆ, ದೇವರು ಕೊಟ್ಟಂಥ ಅನುಗ್ರಹದಿಂದ. ನೈನಾನ್ ಮತ್ತು ಗ್ರೇಸಿ ನನಗೆ ಬಹಳ, ನಾನಿಲ್ಲಿ ಬಂದಾಗಿನಿಂದ ನನಗೆ ಪರಿಚಯ. ಅವರಿಬ್ಬರ ಜೀವನ ದೇವರು ಚೆನ್ನಾಗಿ ನಡೆಸಿಕೊಟ್ಟಿದ್ದಾರೆ. ಅವರ ಮಕ್ಕಳನ್ನು, ಮೊಮ್ಮಕ್ಕಳನ್ನು, ಅವರ ಮಕ್ಕಳಿಬ್ಬರು ಕೂಡ ನನ್ನ ವಿದ್ಯಾರ್ಥಿಗಳು. ಹಾಗಾಗಿ ಅವರ ಜೀವನ ಮುಂದೆಯೂ ಕೂಡ ದೀರ್ಘಕಾಲ ಅವರು ಬದುಕಿರಲಿ, ಒಟ್ಟಿಗೆ ಇರಲಿ ಅಂತ ಆಶಿಸಿಕೊಂಡು ನಾನು ಮಾತು ಮುಗಿಸ್ತೇನೆ. ಧನ್ಯವಾದಗಳು.
ಹಲೋ, ನಾವು YMCA ಯಂಗ್ ಮೆನ್ಸ್ ಕ್ರಿಶ್ಚಿಯನ್ ಅಸೋಸಿಯೇಷನ್ ವತಿಯಿಂದ ನಾವು ಈಗ ನಮ್ಮ ನಯನ ಸರ್ ಹಾಗೂ ಗ್ರೇಸಿ ಎಚ್ಚಿ ಅವರಿಗೆ ಸನ್ಮಾನವನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ. ವೆಲ್ಡಿಂಗ್ ಮತ್ತು ವೆಡ್ಡಿಂಗ್ ಅಂದರೆ ಸ್ವಲ್ಪ ವ್ಯತ್ಯಾಸ ಇರುವುದು. ವೆಲ್ಡಿಂಗ್ ಅದು ಸಾಧಾರಣ ಒಟ್ಟು ಸೇರಿದರೆ ವೆಲ್ಡಿಂಗ್ ಕರೆಕ್ಟ್ ಆದರೆ ಅದು ಲಾಸ್ಟ್ವರೆಗೆ ಇರ್ತದೆ. ವೆಡ್ಡಿಂಗ್ ಕೂಡ ಕರೆಕ್ಟ್ ಆದರೆ ಲಾಸ್ಟ್ವರೆಗೆ ಇರ್ತದೆ. ಈಗ 50 ವರ್ಷ ತುಂಬಿದ ಇವರಿಗೆ ನಮ್ಮೆಲ್ಲರ ಹೃತ್ಪೂರ್ವಕ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಇವರ ವೆಲ್ಡಿಂಗ್ ಕರೆಕ್ಟ್ ಆಗಿದೆ. ವೆಡ್ಡಿಂಗ್ ಆ್ಯನಿವರ್ಸರಿಯ 50ನೇ ವರ್ಷದ ಈ ಒಂದು ಸಮಾರಂಭಕ್ಕೆ ನಾವೆಲ್ಲ ತುಂಬ ಹೃದಯದ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. ಲಯನ್ಸ್ ಅವರ ಹಾಗೆ ಲಯನ್ಸ್ ಕ್ಲಬ್ಬಿನ ನಮ್ಮ ನಮ್ಮ ಸ್ಥಾಪಕ ಅಧ್ಯಕ್ಷರು ಕೂಡ ಆಗಿದ್ದರು. ನಾವೆಲ್ಲ ಒಟ್ಟಿಗೆ ವರ್ಕ್ ಮಾಡಿದವರು. ಈಗ ಯಂಗ್ ಮೆನ್ಸ್ ಕ್ರಿಶ್ಚಿಯನ್ ಅಸೋಸಿಯೇಷನ್ ಅಂದರೆ YMCA ಇದರ ಸದಸ್ಯರಾಗಿದ್ದಾರೆ. ಅವರಿಗೆ ನಮ್ಮ ವತಿಯಿಂದ ತುಂಬ ಹೃದಯದ ಅಭಿನಂದನೆಗಳನ್ನು ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇವೆ. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ഡാഡി ഒരു എക്സ് സർവീസ്മാൻ ആയിരുന്നെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഹിയർ ഡാഡിയെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് സർവീസ്മാനിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ ചെണ്ടിങ്ങിൻ തീ
മഴയിലുണരുന്നൊരീ വയൽ നിറകളിൽ പുളകമണിമാലകൾ കളിച്ചിരികളാ ചക്കരത്തീൻ മാവ് പുത്തരി കായ്ക്കുമ്പം തത്തകൾ പാടുന്ന കിന്നാരം. ഇത്തിരി പൂ കൊണ്ടു ചുറ്റിലും പൂക്കാലം പിച്ചകക്കാടിന്റെ പൂത്താലം. നിറമേഘങ്ങൾ കുടമേന്തുന്നു കുളിരൂഞ്ഞാലിൽ വരുമോ? വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ. അലകൾ ഞൊറിയുന്നൊരീ കുളിരരുവിയിൽ പുതിയ പുലർവേളകൾ കസവിളകളായി. നെറ്റിയിൽ ചാന്തുള്ള ചെമ്മണിച്ചേലുള്ള തുമ്പിതൻ തമ്പൊരു മൂളാറായി. കിന്നരിക്കാവിലെ കൊന്നകൾ പൂക്കുമ്പം കുഞ്ഞിളം കാറ്റിന്റെ തേരോട്ടം. ഇനി എന്നെന്നും മലർ കൈനീട്ടം കണി കാണാനായി വരുമോ? വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ. ചെന്തെങ്ങിൻ പീലി വീശി നെല്ലോല കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ നെയ്തതാരേ നെയ്തതാരേ. तू लगे मुझे पहली बारिश की दुआ. Feel my way through the darkness, guided by a beating heart. I can't tell where the journey will end, but I know where to start. ये मुझको बता दे जाने अपने तो दिल का पता दे जाने
കരഞ്ഞവളെ കാൽവരി മലയിൽ തിരുസുതനോടൊത്ത് പാപിയെനിക്കായി കരഞ്ഞവളെ ആലംബമായി ആശ്രയമായി എൻ ജീവ വഴികളിൽ അണയണമേ ആലംബമായി ആശ്രയമായി എൻ ജീവ വഴികളിൽ അണയണമേ അമ്മേ അമരേ സ്നേഹത്തിൻ മാതൃകയേ അമ്മേ വിമലേ കാരുണ്യസാഗരേ അമ്മേ വിമലേ കാരുണ്യസാഗരേ ത്യാഗത്തിൻ വഴിയിൽ മാതൃകയായി ജീവിത സഹനങ്ങൾ ഏറ്റവളെ ത്യാഗത്തിൻ വഴിയിൽ മാതൃകയായി ജീവിത സഹനങ്ങൾ ഏറ്റവളെ ദുഃഖങ്ങളിൽ തകർച്ചകളിൽ മാധ്യസ്ഥമേ ഗണിതായേ നീ ദുഃഖങ്ങളിൽ തകർച്ചകളിൽ മാധ്യസ്ഥമേ ഗണിതായേ നീ അനുപമ സ്നേഹം ചൊരിയും നാഥേ അമല മനോഹരിയാമമ്മേ അനുപമ സ്നേഹം ചൊരിയും നാഥേ അമല മനോഹരിയാമമ്മേ ആർദ്രതയോടെ കരങ്ങൾ നീട്ടും അലിവിൻ നിറകുടമേ അമ്മേ അമരേ സ്നേഹത്തിൻ മാതൃകയേ അമ്മേ വിമലേ കാരുണ്യസാഗരേ അമ്മേ വിമലേ കാരുണ്യസാഗരേ എമ്മാനുവേൽ എമ്മാനുവേൽ നീ എൻ അഭയമല്ലേ എന്നേശുവേ മഹോന്നതനേ ഓ എന്നാശ്രയമേ എന്നുമെന്നും തൃക്കരത്താൽ താങ്ങിടുവാൻ പാപം നീക്കി നിത്യരക്ഷ നൽകിടുവാൻ എന്നുമെന്നും തൃക്കരത്താൽ താങ്ങിടുവാൻ പാപം നീക്കി നിത്യരക്ഷ നൽകിടുവാൻ എമ്മാനുവേലൻ പാലകനായി എന്നെ വഴി നടത്തും എമ്മാനുവേൽ എമ്മാനുവേൽ നീ എൻ അഭയമല്ലേ എന്നേശുവേ മഹോന്നതനേ ഓ എന്നാശ്രയമേ
എനിക്കായി മുറിവേറ്റവൻ എന്റെ മുറിവുകൾ ഉണക്കിയിടുമേ. എനിക്കായി തളർന്നവൻ എന്റെ ഭാരങ്ങൾ വഹിച്ചിടുമേ. സ്നേഹമേകിയവൻ എന്നെ എന്നും വഴി നടത്തും. സ്നേഹമേകിയവൻ എന്നെ എന്നും വഴി നടത്തും. എമ്മാനുവേൽ എമ്മാനുവേൽ നീ എൻ അഭയമല്ലേ. എന്നേശുവേ മഹോന്നതനേ ഓ എൻ ആശ്രയമേ. കുരിശേറിയോ എന്റെ പാപങ്ങൾ ഏറ്റെടുക്കും. എനിക്കായി മരിച്ചവൻ എന്റെ ജീവനിൽ കൃപ ചൊരിയും. ദീപമായവൻ എന്റെ വഴികളിൽ പ്രഭവിതറും. ദീപമായവൻ എന്റെ വഴികളിൽ പ്രഭവിതറും. എമ്മാനുവേൽ എമ്മാനുവേൽ നീ എൻ അഭയമല്ലേ. എന്നേശുവേ മഹോന്നതനേ ഓ എൻ ആശ്രയമേ. എന്നുമെന്നും തൃക്കരത്താൽ താങ്ങിടുവാൻ പാപം നീക്കി നിത്യരക്ഷ നൽകിടുവാൻ. എന്നുമെന്നും തൃക്കരത്താൽ താങ്ങിടുവാൻ പാപം നീക്കി നിത്യരക്ഷ നൽകിടുവാൻ. എമ്മാനുവേലൻ പാലകനായി എന്നെ വഴി നടത്തും. എമ്മാനുവേൽ എമ്മാനുവേൽ നീ എൻ അഭയമല്ലേ. എന്നേശുവേ മഹോന്നതനേ ഓ എൻ ആശ്രയമേ. चाहे तुम कुछ ना कहो मैंने सुन लिया के साथी प्यार का मुझे चुन लिया मैंने सुन लिया. पहला नशा पहला खुमार, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल ऐ दिले बेकरार, मेरे दिले बेकरार तू ही बता. पहला नशा पहला खुमार, उड़ता ही फिरूं इन हवाओं में कहीं, या मैं झूल जाऊं इन घटाओं में कहीं. उड़ता ही फिरूं इन हवाओं में कहीं, या मैं झूल
घटाओं में कहीं एक कर दूं आसमां और ज़मीन। कहो यारो क्या करूं क्या नहीं, पहला नशा पहला खुमार, नया प्यार है नया इंतजार, कर लूं मैं क्या अपना हाल ऐ दिले बेकरार, मेरे दिले बेकरार तू ही बता। पहला नशा पहला खुमार,